ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിനായി അപേക്ഷ നൽകിയ വെള്ള കാർഡുള്ളവർക്കെല്ലാം പിങ്ക് കാർഡിലേക്ക് മാറ്റി കാർഡ് വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് വെള്ള റേഷൻ കാർഡുള്ളവർ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ നൽകിയ ഈ അടിസ്ഥാനത്തിൽ മുഴുവൻ അപേക്ഷ നൽകിയവർക്കും പിങ്ക് കാർഡ് വിതരണം ചെയ്യുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാറിവരുന്ന സാമ്പത്തിക ഘടകങ്ങൾക്കനുസരിച്ച് ഏറ്റവും അർഹരായവരെ ഉൾപ്പെടുത്തി കൂടുതൽ പരിശോധന നടത്തിയായിരിക്കും മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് മാറ്റുന്നത്. ഇതുവരെ പറഞ്ഞിരുന്ന മാനദണ്ഡങ്ങളെല്ലാം ഒഴിവാക്കിയാണ് കാർഡ് വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ മഞ്ഞ പിങ്ക് കാർഡുള്ളവർക്ക് സാധിക്കും. ഈ വിഭാഗക്കാർക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ടാണ് അരിയും ഗോതമ്പും നൽകുന്നത്. ഭക്ഷ്യവിഹിതം ഇവർക്ക് കൂടുതലുമാണ്. വെള്ള നീല കാർഡുള്ളവർക്ക് കുറഞ്ഞ വിലയിൽ അരിയും വിതരണം ചെയ്യുന്നു എന്നല്ലാതെ മറ്റു ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. 50 ലക്ഷത്തിലധികം ആളുകളാണ് വെള്ള നീല കാർഡുകളിൽ നിലവിലുള്ളത്. മുൻഗണനയിലേക്ക് മാറുമ്പോൾ ഒട്ടനവധി മറ്റു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭ്യമാകും. സൗജന്യ കുടിവെള്ളം, ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ്, സ്കൂൾ കോളേജ് ഫീസിൽ ഇളവ്, സർക്കാർ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ്. എന്നാൽ വെള്ള നീല കാർഡുള്ളവർക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഈ വിഭാഗത്തിലുള്ള അധികം ആളുകളും ഇതിനെല്ലാം അർഹരാണ്. എന്നാൽ ഓരോ സംസ്ഥാനത്തും മുൻഗണനാ വിഭാഗം കാർഡ് നൽകുന്നതിൽ ഒരു നിശ്ചിത എണ്ണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ കണക്കിൽ കൂടുതൽ നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. ഇതിൽ പൊതുവിഭാഗത്തിലേക്ക് മാറുന്നവരുടെ കാർഡുകളുടെ ഒഴിവിലേക്കാണ് പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് പൊതുവിഭാഗത്തിലേക്ക് മാറ്റി നൽകുന്നത്. മുൻഗണനാ വിഭാഗ കാർഡുള്ളവർ ഗവൺമെന്റ് ജോലി നേടിയവരും സാമ്പത്തികമായി മുന്നിലേക്ക് വന്നവരും 4 ചക്ര വാഹനം വാങ്ങിയവരും തുടങ്ങിയ കാരണം കൊണ്ട് പൊതുവിഭാഗത്തിലേക്ക് മാറുന്നു. ഇത്തരം ആളുകൾ മാറാതെയാവുമ്പോൾ പ്രത്യേക പരിശോധനയിൽ ഇവർ കുടുങ്ങിപ്പോകുന്നു. വലിയ പിഴ ചുമത്തിയായിരിക്കും പിന്നീട് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുക. ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കായി ഒട്ടനവധി മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ അപേക്ഷ നൽകിയ എല്ലാവർക്കും മാനദണ്ഡങ്ങൾ ഒന്നും വെക്കാതെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി നൽകാൻ തീരുമാനിച്ചത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യൂ.